വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ് ഈ ദൗത്യം. ഇന്നലെ വൈകിട്ട് ബീച്ചിനോട് ചേർന്ന് ഒരു കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ കണ്ടെയ്നർ ഒരു വലിയ ബോട്ട് ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് ഈ പോർട്ടിലേക്ക് എത്തി. എന്നാൽ ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർട്ടിലേക്ക് ഈ കണ്ടെയ്നർ ഉയർത്തി വെക്കാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഉയർത്താനുള്ള നീക്കം ഇന്ന് രാവിലെയാണ് വീണ്ടും ആരംഭിച്ചത്. ആ നീക്കം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. കണ്ടെയ്നർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല. പോളിത്തീൻ ഷീറ്റുകളാണ് അതിനകത്തുള്ളത്. അത് ചാക്കിൽ പൊതിഞ്ഞ നിലയിലാണ്. അത് പൂർണ്ണമായും പോയിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗം രണ്ടായി മുറിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതുപോലെ 35 കണ്ടെയ്നറുകളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അവ കടലിലൂടെ വലിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന വാട്ടർ ലൈൻ കമ്പനി അധികൃതർ നടത്തുന്നത്. പക്ഷേ അത് പൂർണ്ണമായും വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് രാവിലെ 4 മണിയോടുകൂടി ശ്രമം ആരംഭിച്ചെങ്കിലും കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ബോട്ടുകൾ, അതായത് ഈ കണ്ടെയ്നറിനെ കെട്ടിവലിച്ചുകൊണ്ട് വരേണ്ട ബോട്ടുകൾക്ക് തീരത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം വേക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന കാലിയായിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പം അപകടകരമായിട്ടുള്ള വസ്തുക്കളൊന്നും ഇല്ല എന്നാണ് അവർ കമ്പനി തന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അപകടകരമായിട്ടുള്ള സാഹചര്യമൊന്നും ഇല്ല. കരമാർഗം ഈ ബോട്ട് കണ്ടെയ്നറുകൾ എത്തിക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായും അത് വിജയിക്കില്ല. കാര്യം ശക്തികുളങ്ങര പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ റോഡുകളാണ്. ചെറിയ റോഡുകളിലൂടെ വലിയ ലോറികൾ ഒന്നും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്നത് ഈ തീരത്ത് അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ പൂർണ്ണമായും അവിടെ നിന്ന് ഗ്യാസ് കട്ടറൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി അത് ആക്കി മാറ്റി അത് അവിടെ നിന്ന് മറ്റ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള അനുമതിക്കായി കസ്റ്റംസിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ള വാട്ടർ ലൈൻ എന്ന് പറയുന്ന കമ്പനി. തന്നെയായാലും കടൽ മാർഗം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായും ഉറപ്പായിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ആ നീക്കം, അതായത് കടലിലൂടെ വലിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന പോർട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി അത് മുറിച്ചു മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാൻ സാധിക്കുക. അങ്ങനെ 35 കണ്ടെയ്നറുകളാണ് കൊല്ലം ജില്ലയുടെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.